യുവാക്കളെ ത്രസിപ്പിക്കുന്ന റാപ്പ് ഗായകൻ വേടൻ അനീതിക്ക് പാത്രമായി എന്ന് പൊതുവെ കരുതപ്പെടുന്നു. തൻ്റെ ജന്മമാണ് തൻ്റെ വിധി നിർണയിച്ചത് എന്ന് മനസ്സിലാക്കി സാമൂഹിക ഉച്ചനീചത്വത്തോട് തൻ്റെ പേര് തന്നെ അടയാളമാക്കി രാഷ്ട്രീയം പറഞ്ഞ അഭൂതപൂർവമായ നേരിൻ്റെ ധൈര്യത്തെയാണ് വേടൻ പ്രതിനിധീകരിക്കുന്നത്. താഴ്ന്ന ജാതിക്കാരോടും കറുത്ത നിറമുള്ളവരോടും ഇന്നും അവജ്ഞാപൂർവമായ നിലപാടെടുക്കുന്ന ഉന്നത കുലജാതരുടെ മനസ്സിലെ മാലിന്യം അവർ തന്നെ തൂത്തുകളയേണ്ടതുണ്ട്. കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ഒരു മാസം മുമ്പ് അവർക്ക് നേരിടേണ്ടി വന്ന വർണ്ണവിവേചനത്തെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ തുറന്നു കാണിച്ചിരുന്നു. കലാമണ്ഡലം സത്യഭാമ ജൂനിയർ RLV രാമകൃഷ്ണനെതിരെ ജാത്യാധിക്ഷേപം നടത്തിയതായ സംഭവമുണ്ടായത് 2024 മാർച്ച് മാസത്തിലാണ്. അന്ന് ഞാൻ എഴുതിയ കറുപ്പിനെന്തഴുക് എന്ന ലേഖനത്തിൻ്റെ ശബ്ദാവിഷ്കാരമാണ് നിങ്ങൾ കേൾക്കുന്നത്. പറഞ്ഞും എഴുതിയും നിയമപോരാട്ടം നടത്തിയും മനുഷ്യർക്കിടയിലെ ജാതി മത വർഗ വർണ്ണ വിവേചനങ്ങൾക്കെതിരെ നാം പോരാടിക്കൊണ്ടേയിരിക്കേണ്ടതുണ്ട്. ബ്ലാക്ക്ബെറി ഒരു ഇഷ്ടപഴമാണ്. ഒരു കാലത്ത് ആളുകൾ കൊണ്ടു നടക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന മൊബൈൽ ബ്രാൻഡ് കൂടിയാണ് ബ്ലാക്ക്ബെറി. നമുക്കേറെ പ്രയോജനം നൽകുന്ന കാക്കയുടെ നിറം കറുപ്പാണ്. എന്നാൽ കറുപ്പത്ര സ്വീകാര്യമാണോ എന്ന് ചോദിച്ചാൽ സൗന്ദര്യസങ്കല്പത്തിൽ പിറകിലേക്ക് മാറ്റി നിർത്തുന്ന ഒന്നിനെയാണ് കറുപ്പ് പ്രതിനിധാനം ചെയ്യുന്നത് എന്ന് പറയേണ്ടി വരും. മലയാളിയുടെ കാപട്യത്തിൻ്റെ മകുടോദാഹരണം കൂടിയാണ് ഈ നിറസങ്കല്പം. കറുപ്പ് ഒരു പ്രാഥമിക നിറമല്ല, ദ്വിതീയമോ തൃതീയമോ ആയി പരിഗണിക്കുന്നുമില്ല. യഥാർത്ഥത്തിൽ വർണ്ണചക്രത്തിൽ കറുപ്പ് എന്ന നിറമേ ഇല്ല. എല്ലാ നിറങ്ങളെയും പ്രകാശത്തെയും കറുപ്പ് ആഗിരണം ചെയ്യും. അതുകൊണ്ടാവാം കറുപ്പിന് 7 അഴക് എന്ന് പറയപ്പെടുന്നത്. എല്ലാ നിറങ്ങളും വികാരത്തെ ഉണർത്തുന്നു. ചുവപ്പ് അഭിനിവേശത്തെ ജ്വലിപ്പിക്കുന്നു, മഞ്ഞ സന്തോഷത്താൽ തിളങ്ങുന്നു, പച്ച സമാധാനം ശ്വസിക്കുന്നു, സങ്കടവർണ്ണമാണ് നീല. ഒരു നിറം ഒന്നിലധികം വികാരങ്ങളുമായും ബന്ധപ്പെടാറുണ്ട്. ചില ദേശങ്ങളിലും സംസ്കാരങ്ങളിലും നിറങ്ങൾക്ക് കേവല വികാരങ്ങൾക്കപ്പുറം മാനങ്ങളുണ്ടാവാറുണ്ട്. ചുവപ്പ് വിപ്ലവത്തിനും മാർക്സിസ്റ്റ് ആശയങ്ങൾക്കും പ്രിയങ്കരമാകുമ്പോൾ ഇസ്ലാമിക സംസ്കൃതിയിൽ പച്ചയാണ് താരം. കറുപ്പിൻ്റെ മാനങ്ങൾ തേടിപ്പോയാൽ അത്ഭുതാവഹമായ പരിണത ഫലമാണ് ലഭിക്കുക. ഒരേ സമയം സന്തോഷത്തിനും സന്താപത്തിനും കറുപ്പണിയുന്നത് പതിവാണ്. കറുപ്പ് എല്ലാത്തിനും ഒപ്പം പോകുന്നു. ചുറ്റുള്ളവയിൽ ഏറ്റവും മികച്ചത് അല്ലെങ്കിൽ മോശമായത് അത് പുറത്തു കൊണ്ടുവരുന്നു. അതുകൊണ്ട് തന്നെ ശക്തൻ്റെ വിശേഷാൽ നിറമാണ് നിറമില്ലാ കറുപ്പ്. കറുപ്പ് നിറം യഥാർത്ഥത്തിൽ പ്രകാശത്തിൻ്റെ അഭാവമാണ്. വീടിൻ്റെ പ്രകാശം ഇല്ലാത്തൊരു മൂലയിലേക്ക് കൈച്ചൂണ്ടി മുതിർന്നവർ കുട്ടികളെ പേടിപ്പിക്കും. നോക്ക്, അവിടെ കോത്താമ്പിയുണ്ട്, ഭക്ഷണം കഴിച്ചോ, ഇല്ലെങ്കിൽ നിന്നെ കൊണ്ടുപോകും എന്നൊക്കെ. ഡ്രാക്കുളക്ക് നാം നൽകിയ നിറം കറുപ്പാണ്. 1936 ബെർലിൻ ഒളിമ്പിക്സിൽ ഫീൽഡിലും ട്രാക്കിലുമായി 4 സ്വർണ്ണ മെഡലുകൾ വാരിക്കൂട്ടിയ ആഫ്രിക്കൻ അമേരിക്കൻ താരമായ ജെസ്സെ ഓവൻസിനെ കറുത്തനായതിൻ്റെ പേരിൽ ഹിറ്റ്ലർ അവഗണിച്ചുവെന്ന് ലോകം മുഴുവൻ വാർത്ത പ്രചരിച്ചു. കറുത്തവർക്കും ജൂതന്മാർക്കും വിജയികളാവാൻ കഴിയില്ലെന്നും നേട്ടമെല്ലാം ആര്യവംശത്തിനുള്ളതാണെന്നും ആയിരുന്നു ഹിറ്റ്ലറിൻ്റെയും നാസിസത്തിൻ്റെയും സങ്കല്പം. എന്നാൽ ഹിറ്റ്ലർ മാത്രമല്ല, ഓവൻസ് അടക്കമുള്ള ബെർലിൻ ഒളിമ്പിക്സിൽ പങ്കെടുത്ത 18 കറുത്ത താരങ്ങളെയും അമേരിക്കൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് വൈറ്റ് ഹൗസ് വിരുന്നിലേക്ക് ക്ഷണിച്ചില്ല എന്നതാണ് കറുത്ത യാഥാർത്ഥ്യം. ഹിറ്റ്ലറും റൂസ്വെൽറ്റും മാത്രമല്ല, കറുപ്പിനെ മാറ്റി നിർത്താൻ വെമ്പുന്നവരുടെ എണ്ണവും നിലപാടുകളും എക്കാലവും കൂടിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അവർ ദംഷ്ട്രങ്ങൾ പുറത്തെടുത്ത് ദുർഗ്രാഹ്യമാം വിധം പ്രഫലിതമാകുന്നതിൻ്റെ അനുഭവ സാക്ഷ്യങ്ങൾ കൂടിക്കൂടി വരികയാണ്. ഒരു കാലത്ത് പാശ്ചാത്യ ദേശങ്ങളിൽ കറുത്തവരെ കൊണ്ടുവന്ന് അടിമവേല എടുപ്പിക്കാറുണ്ടായിരുന്നു. പിന്നീട് കറുത്തവരുടെ നാടുകൾ കീഴടക്കി വർണ്ണവിവേചനം നടത്തിയിരുന്നു അധിനിവേശ ശക്തികൾ. ഇന്ത്യയിൽ കറുത്ത വിഭാഗത്തെ അവലക്ഷണമായി കണക്കാക്കുന്നതിന് ഇവിടെ നിലനിന്ന ഹിന്ദുമതത്തിലെ സവർണ ജാതീയ ബോധമായിരുന്നു ഒരു പ്രധാന കാരണം. അതാകട്ടെ വിശ്വാസത്തിൻ്റെ ഭാഗമാകയാൽ അടിമത്തത്തെക്കാൾ ഹീനവും ജുഗുപ്സാവഹവും ആയിരുന്നു. ആ നിലവാരമുള്ള മനസ്സിനുടമകൾ നമ്മുടെ നാട്ടിലും വേരറ്റിട്ടില്ല എന്ന് കാണിക്കുന്ന ഒന്നായിരുന്നു കലാമണ്ഡലം മോഹിനിയാട്ടവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദം. ഭാഷയും സംസ്കാരവും കലയും
എല്ലായ്പ്പോഴും വികസിക്കുകയും അവയുടെ ഉത്ഭവത്തിൽ നിന്ന് വേർപ്പെടുത്തുകയും ചെയ്യുമ്പോൾ വികാസം പ്രാപിക്കും. എല്ലാവരുടേതുമാകും. ജാതി മത വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി ഉയരും. എന്നാൽ ദൈനംദിന ഭാഷയിൽ കറുപ്പ് നിറം ഉപയോഗിക്കുന്ന രീതി വംശീയമോ വർണ്ണപരമോ ആയ ഉത്ഭവമുള്ള മനോഭാവങ്ങളെ പ്രതിഫലിപ്പിക്കുന്നത് തിരിച്ചറിയേണ്ടത് പ്രധാനമാണ്. ഭാഷയിൽ നിറം എങ്ങനെ ഉപയോഗിക്കപ്പെടുന്നു എന്നത് വംശീയ മനോഭാവം, പക്ഷപാതം, വർണ്ണവിവേചനം എന്നിവയുമായി ബന്ധിപ്പിക്കാൻ കഴിയുന്നുണ്ട്. അത്തരം മനോഭാവങ്ങൾക്കെതിരെ യൗവനയുക്തമായി കലഹിക്കേണ്ടത് സമൂഹത്തിൻ്റെ ബാധ്യതയാണ്. ലാവണ്യ ദർശനം, ലാസ്യം, ലയം, വശ്യത എന്നിത്യാദി സാങ്കേതിക തത്വങ്ങളെ മറികടന്നേ പറ്റൂ. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എത്യോപ്യയിൽ നിന്നും മക്കയുടെ ചന്തയിൽ അടിമകളെ കൊണ്ടുവന്ന് വിൽക്കുമായിരുന്നു. വിൽക്കപ്പെട്ട ഒരാളാണ് ബിലാൽ. അദ്ദേഹം പിന്നീട് മുസ്ലിമായി. അടിമക്ക് വസ്ത്രമൊരു അലങ്കാരമാണ്. അല്പമാത്ര വസ്ത്രധാരിയായ അടിമ പ്രവാചകനെ കാണുവാൻ വരികയാണ്. പ്രവാചകൻ കൊണ്ടുവന്ന വിശ്വാസ സംഹിത താൻ സ്വീകരിക്കുന്നുവെന്ന് അറിയിച്ചപ്പോൾ ആ കറുത്ത അടിമയെ പ്രവാചകൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ബിലാലിൻ്റെ ഓരോ സന്ധികളും കോരിത്തെരിച്ചു പോയി. ആദ്യമായിട്ടാണ് ഒരു മനുഷ്യൻ അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുന്നത്. കറുപ്പിനെ ചേർത്ത് പിടിക്കാൻ നാം ശീലിക്കണം. പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനത്താൽ കറുത്ത പെണ്ണിൻ്റെ മകനെ എന്ന് ഇതേ ബിലാലിനെ ഖുറൈശിയായ അബൂബക്കർ സിദ്ദീഖ് വിളിച്ചതും ബിലാൽ ആ സങ്കടം സഹിക്കാനാവാതെ പ്രവാചകനെ സമീപിച്ചതും പ്രവാചകൻ കടുത്ത ഭാഷയിൽ തൻ്റെ ആത്മമിത്രത്തെ താക്കീത് ചെയ്തതും ചരിത്രം. ആവശ്യമുള്ളിടത്ത് കറുപ്പിനെ വെളിച്ചത്തിലേക്കെടുക്കുകയും കറുപ്പിനായി സൂര്യ തേജസ്സോടെ നിലയുറപ്പിക്കുകയും ഒക്കെ ചെയ്യും നമ്മൾ. എന്നാൽ ഇത് അധര വ്യായാമത്തിനപ്പുറത്തേക്ക് ചേർത്ത് നിർത്തുവാൻ എത്രമാത്രം നമുക്കാവുന്നുണ്ട് എന്നതാണ് ചോദ്യം. സിനിമയിൽ, സംഗീതത്തിൽ, മാധ്യമസ്ഥാപനങ്ങളിൽ, സ്റ്റാഫ് സെലക്ഷനിൽ, വിവാഹത്തിൽ അടക്കം കറുപ്പിനെതിരെ സമൂഹമെടുക്കുന്നൊരു മനോഭാവത്തെയാണ് നമ്മളെല്ലാവരും പ്രതിനിധീകരിക്കുന്നത്. നമ്മൾ അതുറക്കെ പറയാറില്ലെന്ന് മാത്രം. സമൂഹത്തിൻ്റെ നേർക്ക് നീട്ടിപ്പിടിച്ച കണ്ണാടിയായി ഈ വിവാദത്തെ നാം കാണുമോ? അതല്ല, നമ്മളടക്കമുള്ളവർ ഉപബോധ മനസ്സിൽ കൊണ്ടു നടക്കുന്ന തിരുത്താനാവാത്ത മാനസികാവസ്ഥയുടെ സമസ്താപരാധം ഏറ്റെടുക്കാൻ വലിയാടിനെ ഒത്തുകിട്ടിയതിൻ്റെ ആഘോഷമായി പര്യവസാനിക്കുമോ ഈ ചർച്ചകൾ എന്നതാണ് ഏറ്റവും പ്രധാനം.